ബാക്കി എനിക്ക് പറയാൻ പറ്റിയില്ല. ആൻഡ് നമുക്കിപ്പോൾ അത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന കൊല്ലത്തുള്ള പുയപ്പള്ളി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിവിടെ എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പുയപ്പള്ളിക്കാരിയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം സംയുക്ത ക്രിസ്മസ് ആണ്. അത് എല്ലാ ഡിസംബർ 25-നും. അപ്പോൾ അതൊരു ഇന്നോ ഇന്നലെയോ അവർ സ്റ്റാർട്ട് ചെയ്ത കാര്യമല്ല. അമ്മയുടെ കുഞ്ഞിലെ തൊട്ടേ ആ ഒരു ടൈം തൊട്ടേ ഇവർ സംയുക്ത ക്രിസ്മസ് ആഘോഷിച്ച് വരുന്നതാണ്. അപ്പോൾ പുയപ്പള്ളിക്കാർ എല്ലാ വർഷവും ഗ്രാൻഡായിട്ടാണ് അവർ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്ത്യൻസ് എന്നുള്ളതല്ല, അവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇതിൽ കഷ്ടപ്പെട്ടിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ ജനറേഷൻ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് നടക്കുന്നത്. DJ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെയാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് തന്നെ. പുയപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ അതേപോലെ കുറേ ടീംസ് ഫോം ചെയ്തിട്ടുണ്ട്, കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ യുവ പുയപ്പള്ളി അതിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ KKR, പൗരാവലി, അങ്ങനെ കുറേ സെറ്റായിട്ടുള്ള ആൾക്കാരാണ് ഇത് പ്രോഗ്രാംസ് നടക്കുന്നത്. ഒരു ദിവസം തന്നെ പുയപ്പള്ളി റോഡിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ട്, അവിടെയുമാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പം നമ്മൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ക്രൗഡാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് യുവ പുയപ്പള്ളി ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അവരുടെ സ്റ്റേജ് സെറ്റിങ്സും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഒഴുകിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കതൊരു കൺട്രോളബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ചെറിയൊരു ടിക്കറ്റ് ഫീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നമുക്ക് ക്രൗഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ബൗൺസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് അവർ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ MQ ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആര്യ ദയാൽ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടെ ലിലിൽ പയ്യൻ്റെ റാപ്പർ സോങ്, അതേപോലെ ഇത് നോയ്സിൻ്റെ DJ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ വേണമെങ്കിലും ഫുൾ കണ്ട് തീർക്കാം. ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. ലേഡീസിൻ്റെ നമുക്ക് അവിടെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു നിന്നത്. സോ അറ്റ് ഫുള്ളസ്റ്റ് ഞാൻ എൻജോയ് ചെയ്തു. ക്രിസ്മസ് അത്ര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മളിവിടെ തന്നെ വന്നാണ് സെലിബ്രേഷൻ. നമുക്കൊരു മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ആ നാട്ടുകാരി അല്ലെങ്കിൽ പോലും എൻ്റെ അമ്മയുടെ നാടാണെങ്കിൽ പോലും ഞാൻ പുയപ്പള്ളിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ. നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ വീഡിയോയിൽ തന്നെ. അത്ര അടിപൊളിയായിട്ടാണ് സ്റ്റേജ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ MQ ബാൻഡിൻ്റെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. നമ്മൾ ഫാമിലിയൊക്കെ റോഡിലായിരുന്നു ഇരുന്നത്. അതായത് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്. മർത്തോമ്മ പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫാമിലി എല്ലാം ഇരുന്നിരുന്നത്. അപ്പോൾ റോഡിൽ അതേപോലെ പ്രോഗ്രാംസാണ്. പൗരാവലിയുടെയും KKRൻ്റെയും വകയായിട്ടുള്ള പ്രോഗ്രാംസാണ് അവിടെ നടക്കുന്നത്. അത് ടിക്കറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ റോഡ് ഫുൾ കവിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ അവിടെ വണ്ടിയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ റോഡ് ഫുള്ള് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവരെല്ലാം എൻജോയ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആയിരുന്നു ലൈറ്റ് ഷോയെ. നമ്മുടെ പള്ളിയിൽ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് 3 ദിവസങ്ങളായിട്ട് ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും ലാസ്റ്റ് ദിവസമായിരുന്നു 25. അതോടുകൂടിയാണ് പ്രോഗ്രാംസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു വേറിട്ടൊരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് ഇത് തീരുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. കാരണം അത്ര ക്രൗഡ് ആയതുകൊണ്ട് എല്ലാവരും തീരുമ്പോൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് വരുന്നത് അങ്ങ് ദൂരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ താഴെ വരെയൊക്കെ വണ്ടി ഇടുന്നുണ്ട്. അങ്ങ് വരെ വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. കാരണം നമുക്ക് ക്രൗഡ് എല്ലാവരും കൂടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും. സോ നമ്മൾ പതുക്കെയൊക്കെ ഇറങ്ങി തുടങ്ങി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്
അപ്പോൾ എന്തായാലും അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. ഓരോ വർഷം കൂടുന്തോറും എനിക്ക് അതാണ് അത്ഭുതം. കാരണം ഓരോ യങ് ജനറേഷൻ വരുന്തോറും അവരുടെ ആ കൾച്ചർ ഫോളോ ചെയ്ത് അവർ വരുന്നുണ്ട്. അപ്പോൾ എന്നും ഇത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. എനിക്ക് പറ്റുന്ന എല്ലാ വർഷവും ഞാൻ ഇവിടെ പോകാറുണ്ട്. ഇനിയും പറ്റുന്ന വർഷങ്ങളിൽ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും പറ്റിയില്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനം ഇത് തന്നെയായിരിക്കും. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് വിഷസും അതുപോലെ തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി വീഡിയോസായിട്ടൊക്കെ വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ.